ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധനഹ 2-ാം ഞായർ. നമുക്കിന്ന് സുവിശേഷ വായനയ്ക്കായി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോയുടെ ദൈവികതയെയും നമ്മുടെ മാനുഷികതയെയും ഉയർത്തിക്കാട്ടുന്ന ഒരു വചനഭാഗമാണിത്. മണ്ണായ മനുഷ്യനെ വിണ്ണോളം ഉയർത്താൻ തന്റെ ദൈവികത മറച്ചുവെച്ച് മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിനെ സുവിശേഷ ഭാഗം വെളിപ്പെടുത്തുന്നു. മർത്യജന്മം അതിധന്യമാണ്. മഹത്തുക്കൾ തങ്ങളുടെ ജീവിതം 6 അടി മണ്ണിൽ ഒതുക്കാതെ തങ്ങളിലെ ദൈവിക ഛായ തിരിച്ചറിഞ്ഞ് ശരീരത്തെ ജയിച്ച് ആത്മാവിനെ പ്രകാശിപ്പിച്ചവരാണ്. ഇതിന് പ്രധാനമായും 3 കാര്യങ്ങളാണ് വചനം നമ്മോട് ആവശ്യപ്പെടുക. 1, യേശുവിൽ വിശ്വസിക്കുക. 2, യേശുവിൽ ആശ്രയിക്കുക. 3, പിതാവിന്റെ ഹിതം നിറവേറ്റുക. തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കാൻ തക്കവണ്ണം തന്റെ ഏകജാതനെ നൽകുവാൻ ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. അതിനാൽ ഒരു പ്രവാചകനും ഗുരുവുമായി മാത്രമല്ല യേശു വചനത്തിൽ പ്രത്യക്ഷപ്പെടുക. അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എന്ന് വചനം വ്യക്തമാക്കുന്നു. ഞാൻ ഉന്നതങ്ങളിൽ നിന്നുള്ളവനാണെന്നുള്ള യേശുവിന്റെ സാക്ഷ്യപ്പെടുത്തൽ ഈ വചനത്തിന്റെ തന്നെ സാക്ഷ്യപ്പെടുത്തലാണ്. വിശ്വസിക്കുന്നവന് മാത്രമാണ് ദൈവമഹത്വം ദർശിക്കാൻ സാധിക്കുന്നത്. ജഡികതയിൽ ജീവിക്കുന്ന മനുഷ്യന് യേശുവിന്റെ ദൈവികതയെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് വിശ്വാസത്തിന്റെ കണ്ണുകൾ വേണം. വിശ്വാസം എന്നത് ദൈവിക ദാനമാണ്. അതിനാൽ അനുദിനം വിശ്വാസം എന്ന പുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർ ആയി തീരാൻ നമുക്ക് ശ്രമിക്കാം. വചനം പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല, കാരണം ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, നിങ്ങൾ താഴെ നിന്നുള്ളവരും. തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന യേശുവിന്റെ വാക്കുകളാണിത്. ഞാൻ ആകുന്നു എന്ന വാക്ക് പഴയ നിയമത്തിൽ ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തുന്നതാണ്. യാഹവേ, മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്വന്തം നാമത്തെ അവിടുന്ന് ഈ വാക്കുകളിലൂടെ പ്രതിധ്വനിപ്പിക്കുന്നു. കാരുണ്യവാനും ആർദ്രഹൃദയനുമായ ദൈവത്തെ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തു. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ ആയിത്തീർന്നവൻ. അതിനാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ അവനെ ആശ്രയിക്കുക. ഒന്ന് വിശ്വസിക്കുക, മറ്റൊന്ന് ആശ്രയിക്കുക. ബലഹീനമാകപ്പെട്ട മനുഷ്യ പ്രകൃതിയിൽ തന്റെ ദൈവികതയെ മറച്ചുവെച്ച് ഒരു തച്ചന്റെ മകനായി ജീവിച്ചവൻ, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ, ലാസറിന്റെ മരണത്തിൽ കണ്ണീർ വാർത്തവൻ, ദേവാലയത്തിലെ ക്രയവിക്രയങ്ങളിൽ ചാട്ടവാറെടുത്തവൻ, ഒടുവിൽ ഒരു മനുഷ്യൻ എന്ന് തോന്നാത്ത വിധം വിരൂപനാക്കപ്പെട്ട, നിന്ദിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തപ്പോഴും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ തന്നിലെ ദൈവീകത മറച്ചു വെച്ചവൻ. നാം ജീവിതത്തിൽ ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുന്നവരായി തീരുക. ഈ ലോക ജീവിതത്തിൽ യേശു വചനത്തെ ആഴമായി വിശ്വസിച്ച് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവിടുത്തെ ആശ്രയിക്കുമ്പോൾ തിന്മയിൽ അകപ്പെട്ട മനുഷ്യ പ്രകൃതിയെ ദൈവത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഈ ഉയർത്തൽ എന്നെ ദൈവികതയിലേക്ക് നയിക്കും. നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവേഷ്ടങ്ങളോട് ചേർക്കുമ്പോഴാണ് നമുക്ക് കുരിശ് അനുഭവപ്പെടുക. ജീവിതത്തിലെ സംഭവങ്ങളിലും വ്യക്തികളിലും സാഹചര്യങ്ങളിലും അനുഭവപ്പെടുന്ന കുരിശുകളെ യേശുവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് അവിടുത്തെ ഏൽപ്പിക്കുക. അപ്പോൾ എനിക്കെന്റെ മാനുഷികതയെ ജയിക്കാൻ സാധിക്കും. എന്നിലും ദൈവികത ഉയരും. ഉന്നതങ്ങളിൽ അവനോടൊപ്പം വസിക്കാൻ തക്ക വിധം ഞാനും പ്രാപ്തനായിത്തീരും. അതിനായി ഏറ്റവും പ്രധാനമായി വേണ്ടത് കൂദാശ ജീവിതമാണ്. അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് അനുദിനം വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ ഈ ശക്തിയാണ് ഞാൻ സ്വീകരിക്കുക. മനുഷ്യ പ്രകൃതിയെ ജയിച്ച് ദൈവികതയിലേക്ക് ഉയരാൻ വിശുദ്ധ കൂദാശകൾ നമ്മെ പ്രാപ്തരാക്കും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.